പ്രിയമുള്ളവരെ, കടബാധ്യത മൂലം വീട്ടിലും സമൂഹത്തിലും ജോലിസ്ഥലത്തും നിൽക്കാൻ പറ്റാതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി മുന്നോട്ടെങ്ങനെ ജീവിക്കുമെന്നറിയാതെ ദുഃഖിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് നിങ്ങളോട് ഇടപെടും. വിശ്വസിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. തരുന്ന ദൈവത്തെ മനസ്സിലാക്കി അവൻ്റെ ശക്തി തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും. അവിടെയാണ് ദൈവം അത്ഭുതം നടത്തുന്നത്. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ തിരുനാൾ ദിനം കൂടിയാണ്. മനസ്സുരുകി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളുടെ കടഭാരങ്ങളെ, സാമ്പത്തിക ആവശ്യങ്ങളെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ദൈവത്തെ, അത്ഭുതത്തിൻ്റെ ദൈവത്തെ, സമസ്ത സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയാൻ നമുക്ക് ഈ പ്രഭാതത്തിൽ സാധിക്കട്ടെ. നാം പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം നൽകുന്ന ദൈവത്തെ തിരിച്ചറിയാൻ നമുക്കിന്ന് സാധിക്കട്ടെ. അവിടുത്തെ ശക്തിയെക്കുറിച്ച് നാം ഇന്ന് ബോധവാന്മാരും ബോധവതികളുമാകട്ടെ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ചാൽ ദൈവം അത് പൂർണ്ണമായും നിറവേറ്റിത്തരും. ഈ വിശ്വാസത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകന് അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്കു ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവേ, ഈ പുതിയ പ്രഭാതത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ സുഖനിദ്ര നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിലായിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്ന് കടഭാരങ്ങളാൽ ജീവിതത്തിൽ മുന്നോട്ട് എന്ത് എന്നറിയാതെ സമൂഹത്തിൽ ജോലി സ്ഥലങ്ങളിൽ നിൽക്കാൻ മാനസികമായി വേദനിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് അരുളി ചെയ്തു, ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ഈ വചനത്തിൻ്റെ ശക്തിയാൽ, ഈ വചനത്തിൻ്റെ അത്ഭുതത്താൽ ഇന്ന് ഈ മക്കളുടെ മേൽ കരുണ തോന്നണമേ. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ മേൽ ഇന്നൊരു പ്രതിവിധി കാണുന്നതിന്, ഒരു പരിഹാരം കാണുന്നതിന് കർത്താവേ, അങ്ങ് ഇവരോട് കരുണ തോന്നണമേ. അങ്ങ് ദയ കാട്ടണമേ. കോടിക്കണക്കിന് കടബാധ്യതയുള്ള സഹോദരീ സഹോദരന്മാരുണ്ട്. ജോലി മേഖലയിൽ, ബിസിനസ് മേഖലയിൽ തകർച്ചയിലുള്ളവരുണ്ട്. ഓരോ ദിവസവും കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. കർത്താവേ, ഇതിനൊരു അറുതി വരുത്തേണമേ. ഇനി ഒരിക്കലും കടം വാങ്ങിക്കാതിരിക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്തു പ്രശ്നങ്ങൾ വന്നാലും, എത്രയധികം കയ്യിൽ പണമില്ലാതിരുന്നാലും യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഇനി കടം വാങ്ങിക്കുകയില്ല എന്ന തീരുമാനമെടുത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുന്ന പിതാവ് നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഉത്തരം നൽകിയിരിക്കും. അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഈ ശക്തിയുള്ള തിരുവചനം കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കുന്ന ദാനങ്ങൾ നൽകുന്ന കർത്താവേ, ഈ വചനം കൊണ്ട് നീ ആഗ്രഹിക്കുന്നത്, നീ അർത്ഥമാക്കിയത് ഇന്ന് വെളിപ്പെടുത്തി തരണമേ.
ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ സംസാരിക്കണമേ. ഈ വചനത്തിൻ്റെ ശക്തി ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ വേരൂന്നേണമേ. ഈശോയെ, നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ച ആരും ലജ്ജിക്കേണ്ടി വന്നിട്ടില്ല. അതിനാൽ അനേകർ നിന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു. രോഗികൾ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവേ, നീ സൗഖ്യം നൽകി. അത്ഭുതത്തിൻ്റെ കർത്താവാണ്, അത്ഭുതത്തിൻ്റെ ദൈവമാണ് നീ. ഇന്ന് ഈ പ്രഭാതത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വൻ കടഭാരത്താൽ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശ്വസ്തതയെ ഞങ്ങൾ ഏറ്റുപറയുന്നു. നിന്റെ തിരുസന്നിധിയിലായിരിക്കുന്ന ഞങ്ങളോട് കൃപയുണ്ടാകണമേ. നിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിൽ മുഴുകി പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് പരിഹാരമുള്ളത്. നിന്നിൽ മാത്രമാണ് ഞങ്ങൾക്ക് സുരക്ഷയുള്ളത്. നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങളെന്നായിരിക്കുമ്പോൾ നിന്നിലെ ശക്തി പ്രയോഗിച്ച് ഞങ്ങളുടെ മുകളിലുള്ള ശാപദോഷങ്ങളുടെ കെട്ടുകളെല്ലാം തകർന്നു വീണ് നിന്റെ അനുഗ്രഹത്തിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ. നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ സാമ്പത്തിക മേഖല ഇന്ന് തന്നെ നീ ഭദ്രമാക്കി കൊടുക്കണമേ. കർത്താവേ, സമ്പത്തിന് ദൈവമേ പുതിയൊരു വഴി തുറന്നു കൊടുക്കണമേ. നീയാണ് ദൈവമേ വഴിയും സത്യവും ജീവനുമായ കർത്താവ് യേശുക്രിസ്തു. ഈശോയെ, വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിന്റെ കടബാധ്യത മാറ്റുവാനും നിന്റെ ബിസിനസ് മേഖല മെച്ചപ്പെടുത്തുവാനും ജോലിയിൽ അഭിവൃദ്ധി വരുത്തുവാനും യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ തിരുസന്നിധിയിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്. അനേകരുടെ മിഴിനീരൊപ്പിയ കർത്താവിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ ആ തിരുസാന്നിധ്യം അനുഭവിക്കാൻ ആ ഹൃദയം കർത്താവിൻ്റെ നേരെ തുറക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്നും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കർത്താവേ, തുണയായിരിക്കണമേ. കടബാധ്യതകൾ നീങ്ങിപ്പോകാൻ ഒരു വഴി തുറന്നു കൊടുക്കണമേ. കൃപ കൊടുക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ.